നമ്മുടെ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തിയ ധാരാളം ആൺകുട്ടികളുണ്ടാവും, പെൺകുട്ടികളുണ്ടാകും. വിവാഹം ശരിയാകുന്നില്ല. വിവാഹം ശരിയാകാൻ എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും രക്ഷിതാക്കളുണ്ട്. ഇൻഷാ അല്ലാഹ് വിവാഹ തടസ്സങ്ങൾ മാറി എത്രയും പെട്ടെന്ന് നമുക്ക് അനുയോജ്യരായ ഇണകളെയും തുണകളെയും ലഭിക്കാൻ, അതിനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നമുക്ക് പെട്ടെന്ന് നൽകാൻ ഇൻഷാ അല്ലാഹ് അത്ഭുതകരമായ ഒരു ആത്മീയ മാർഗം നമ്മൾ പഠിക്കുകയാണ്. ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്ന് അറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. നമ്മുടെയൊക്കെ എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിവാഹം ശരിയാകാൻ വേണ്ടി ധാരാളം വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ പല മജ്ലിസുകളിലായി സംസാരിച്ചവരാണ്. വിവാഹം ശരിയാകാനുള്ള സൂറത്തുകൾ, ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ, ആയത്തുകൾ, ഇങ്ങനെ പലതും നമ്മൾ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ മഹത്തായ മജ്ലിസിൽ നമ്മൾ സംസാരിക്കുന്നത് അത്ഭുതകരമായ ഒരു സൂറത്താണ്. ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ, നല്ല ഈമാനോടെ നല്ല തവക്കുലോടെ ചെയ്തു കഴിഞ്ഞാൽ 100% നമുക്കും റിസൾട്ട് കിട്ടുന്ന നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ച അത്ഭുതകരമായ ഒരു സൂറത്ത്. ആ സൂറത്ത് എങ്ങനെയാണ്, എത്ര ദിവസമാണ് ഓതേണ്ടത് എന്നൊക്കെ നമ്മൾ വിശദമായി സംസാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നൊരു വലിയ 4 അനുഗ്രഹങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആ 4 അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാൽ ദുനിയാവ് അവന് കിട്ടിയെന്നാണ്. ഒന്ന്, നല്ല മനോഹരമായൊരു വീടാണ്, വിശാലമായ വീട്. വലിയ കൊട്ടാര സൗധം ആകണമെന്നില്ല, സൗകര്യപ്രദമായൊരു വീട്. അതുപോലെ അവനും അവന്റെ കുടുംബത്തിനും യാത്ര ചെയ്യാൻ കഴിയുന്ന സൗകര്യപ്രദമായൊരു വാഹനം, അത് വലിയ അനുഗ്രഹമാണ്. അതുപോലെ നല്ലൊരു അയൽവാസി. അയൽവാസി മോശമായ ജീവിതം മോശമാകും, സമാധാനം നഷ്ടപ്പെടും. അപ്പൊ നല്ലൊരു അയൽവാസി. 4-മതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വാലിഹത്തായ ഒരു ഭാര്യ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹായ ഒരു ഭർത്താവ്. അപ്പൊ ഈ 4 വിഷയങ്ങൾ, നല്ലൊരു വീട്, നല്ലൊരു വാഹനം, നല്ലൊരു അയൽവാസി, നല്ലൊരു ഇണ അല്ലെങ്കിൽ തുണ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു, അവന്റെ ജീവിതം ധന്യമായി, ദുനിയാവ് അവന് കിട്ടി എന്നൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ നല്ലൊരു ഇണ, നല്ലൊരു തുണ എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അത് ലഭിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട്. പല തടസ്സങ്ങളെ കൊണ്ട് മുടങ്ങിപ്പോകുന്നവരുണ്ട്. ആ ആൺകുട്ടികൾ 30 വയസ്സിലേക്കും 35 വയസ്സിലേക്കും പ്രവേശിച്ചിട്ടും കല്യാണം ശരിയാകുന്നില്ല. പെൺകുട്ടികൾ 20 വയസ്സിലേക്കും 25 വയസ്സിലേക്കും പ്രവേശിച്ചിട്ട് കല്യാണം ശരിയാകുന്നില്ല. അല്ലെങ്കിൽ 1-മത്തെ വിവാഹം അത് ഡിവോഴ്സായി, ഇപ്പോൾ 2-മത്തെ വിവാഹം നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. തടസ്സങ്ങൾ എന്താണെന്ന് അറിയുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത്. ഇങ്ങനെ പ്രശ്നപരിഹാരങ്ങൾ, ആത്മീയ പരിഹാരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായൊരു സൂറത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുന്നത് അതിന് മുമ്പ് വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തുൻകിഹുൽ മർഅത്തു ലിഅർബഇ ലിമാലിഹാ വലി ജമാലിഹാ വലി നസബിഹാ വലി ദീനിഹാ. 4 വിഷയങ്ങളാണ് പ്രധാനമായി നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, ഭംഗിയാണ്. ഭംഗി എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷന്മാരിൽ, ഭാര്യ ഭർത്താക്കന്മാരിൽ ഉയർന്നു നിൽക്കേണ്ടത് ഭംഗിയുടെ വിഷയത്തിൽ സ്ത്രീയാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിന്റെ സുന്ദരമായ മുന്നോട്ടുള്ള ഗമനത്തിന് ആവശ്യമായ നിരീക്ഷണങ്ങൾ നടത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊക്കെയാണ് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്നത്. ഭംഗിയുടെ വിഷയം പുരുഷനേക്കാൾ സ്ത്രീ ഉയർന്നു നിൽക്കണം എന്നതാണ് നല്ലത്. അതേപോലെ തറവാടിത്തത്തിന്റെ വിഷയത്തിൽ പുരുഷനാണ് ഉയർന്നു നിൽക്കേണ്ടത്. സാധാരണ തറവാട് എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ തറവാടും ഒരുപോലെയാണ്. സയ്യിദന്മാരുടെ നബി കുടുംബം എന്നുള്ളതൊരു തറവാടും ബാക്കിയുള്ള തറവാടൊക്കെ നമുക്ക് ഒന്നായിട്ട് എണ്ണാം. അപ്പൊ നബി കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി
അഹ്ലുബൈത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അഹ്ലുബൈത്ത് അല്ലാത്ത തറവാട്ടിലുള്ള ആണുങ്ങളെ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അഹ്ലുബൈത്തിൽപ്പെട്ട ആൺകുട്ടികൾക്ക് അതിൻ്റെ താഴെയുള്ള ഏത് തറവാട്ടിൽ നിന്നും കല്യാണം കഴിക്കാവുന്നതുമാണ്. നേരെ തിരിച്ചും പറ്റും. ഏറ്റവും നല്ലതാണ്, ഏറ്റവും നല്ല രീതിയാണ്, ഏറ്റവും ഉചിതം, ഏറ്റവും ഖൈർ എന്ന് നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ചത് പരിചയപ്പെടുന്നു എന്ന് മാത്രം. അപ്പോൾ തറവാടിത്തത്തിൻ്റെ വിഷയത്തിൽ ഈ കാലഘട്ടത്തിൽ നബി കുടുംബം ഒരു തറവാട്, ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ തറവാടിത്തത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നോക്കേണ്ടത് സംസ്കാരമാണ്. സംസ്കാരമുള്ള തറവാട്, സംസ്കാരമില്ലാത്ത തറവാട്. വ്യത്യസ്തമായ സംസ്കാരങ്ങളിലായിരിക്കും ഓരോ തറവാട്ടുകാരും. ചില തറവാട്ടുകാർ രാഷ്ട്രീയത്തിലായിരിക്കും, ചില തറവാട്ടുകാർ ഗൾഫിലായിരിക്കും, ഗൾഫ് സംസ്കാരത്തിലായിരിക്കും, ചില തറവാട്ടുകാർ ടൗൺ സംസ്കാരത്തിലായിരിക്കും, ചില തറവാട്ടുകാർ ഗ്രാമ സംസ്കാരത്തിലായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മോട് യോജിച്ച, നമ്മളോട് കുറച്ചെങ്കിലും മാച്ചാകുന്ന സംസ്കാരങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ മൂന്നാമത്തെ ഒരു വിഷയം എന്നുള്ളത് സമ്പത്താണ്. സമ്പത്തിന്റെ വിഷയത്തിൽ സ്ത്രീയേക്കാൾ പുരുഷന്മാർ ഉയർന്നു നിൽക്കണമെന്നാണ് നമ്മുടെ ഉലമാക്കളുടെ ഒരു നിരീക്ഷണം എന്നുള്ളത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇതിനേക്കാളൊക്കെയും സമ്പത്തിനേക്കാൾ, തറവാടിനേക്കാൾ, അതുപോലെ ഭംഗിയേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകേണ്ടുന്ന വിഷയം അത് ദീനാണ്. ദീനുള്ളവർക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിക്കുകയാണ്. ദീനുണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടെങ്കിൽ പോലും പരിഹരിക്കപ്പെടും. ദീനില്ല എങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയമാണല്ലോ നമ്മുടെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. കല്യാണം ശരിയാകുന്നില്ല, എൻ്റെ കല്യാണം ശരിയാകുന്നില്ല എന്ന് പറയുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ, എൻ്റെ മക്കളുടെ കല്യാണം ശരിയാകുന്നില്ല എന്ന് പറയുന്ന രക്ഷിതാക്കൾ, ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആനിൽ അത്ഭുതകരമായ ഒരു സൂറത്തുണ്ട്, സൂറത്ത് യൂസുഫ്. അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ ചരിത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യൂസുഫ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറയുന്നുണ്ട്, സുലൈഖ ബീവിയുടെ കഥ പറയുന്നുണ്ട്. യൂസുഫ് നബിയുടെയും സുലൈഖ ബീവിയുടെയും വിവാഹ ജീവിതത്തിന്റെയും മറ്റും പ്രണയത്തിന്റെയും ഒക്കെ കഥ പറയുന്ന അത്ഭുതകരമായ സൂറത്ത് യൂസുഫ് 41 തവണ, ഒരു ദിവസം ഒരെണ്ണം വീതം 41 ദിവസം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ കല്യാണം എന്തുകൊണ്ട് നടക്കുന്നില്ല? ചിലപ്പോൾ അത് ഏതെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ, ഏതെങ്കിലും ഷെറുകളൊക്കെ ഉണ്ടാണെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചത് കൊണ്ടൊക്കെയാണെങ്കിൽ, ഏത് തടസ്സങ്ങളാണെങ്കിലും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട്, സൂറത്ത് യൂസുഫിൻ്റെ ബർക്കത്ത് കൊണ്ട്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ബർക്കത്ത് കൊണ്ട്, നമ്മൾ ഈ ഒരു മാർഗം സ്വീകരിക്കുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് പരിഹാരം കിട്ടും. നല്ല ഈമാനോടെ, നല്ല തവക്കലോടെ ചെയ്ത ആളുകൾക്കൊക്കെ പരിഹാരം കിട്ടിയ അത്ഭുതകരമായ ഒരു അമലാണ് സൂറത്ത് യൂസുഫ്. 41 ദിവസം, ഒരു ദിവസം ഒരെണ്ണം വെച്ച് ഓതുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും റിസൾട്ട് നേടിയെടുക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. വിവാഹപ്രായമെത്തിയ സഹോദരങ്ങൾ, സഹോദരിമാർ, ആൺമക്കൾ, പെൺമക്കൾ, അല്ലാഹു അനുയോജ്യരായ ഖൈറായ ഇണകളെ, തുണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.